എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാത്രിയാണിത്. നമ്മൾ ഒരു ടൂറ് പോവുകയാണ്. എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവ ആണ് പോകുന്നത്. പിന്നെ ഡാണ്ടിൽ എന്നൊരു സ്ഥലത്തേക്ക് കൂടി പോകുന്നുണ്ട്. നല്ല രീതിയിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച ശേഷമാണ് ഈ യാത്ര. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വഴിയെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് വന്നു കഴിഞ്ഞാൽ ബസ്സിൽ കയറി നമ്മൾ ഗോവയിലേക്ക് പോകും. ആദ്യം പോകുന്നത് ഡാണ്ടിൽ എന്ന സ്ഥലത്താണ്. ഞാൻ ഒരു ക്രിസ്ത്യനല്ല, പക്ഷെങ്കിൽ പള്ളിയിൽ പോയി എന്ന് മാത്രം. എല്ലാ മതങ്ങളും ഒന്നു തന്നെയല്ലേ? എല്ലാവരും ഒരേ ജാതിയല്ലേ, മനുഷ്യജാതി. അങ്ങനെ നമ്മൾ ബസ് വന്നു, ബസ്സിൽ കയറുകയാണ്. ഓരോരുത്തരായിട്ട് ബസ്സിൽ കയറുകയാണ്. ബസ്സിൽ കയറി ഓരോരാളും ഓരോരോ സീറ്റൊക്കെ പിടിച്ച് അവരുടെ സേഫ് പൊസിഷൻ നോക്കുകയാണ്. ഞാൻ ഒരു മൂലയ്ക്ക് ഒരു സീറ്റിൽ ഇരുന്നു. ആരെയും അധികം പരിചയമില്ല. ആകെ ഒരാൾ മാത്രമേ എൻ്റെ പരിചയക്കാരനായിട്ടുള്ളൂ. സീറ്റൊക്കെ ഫില്ലാവുന്നതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞു ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങി. ഞാൻ ഒരു സൈഡിൽ തന്നെ ഇരുന്നു. അധികം ഡാൻസ് കളിക്കാനൊന്നും എനിക്ക് താല്പര്യം ആ സമയത്തില്ലായിരുന്നു. പിന്നീട് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ, ബസ്സിൽ കുറച്ച് പരിചയമായതിന് ശേഷം. ഇത് ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ ഇടയ്ക്കെടുത്ത വീഡിയോ ആണ്. രാവിലെയായി ഒരു ചായക്കടയിൽ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചു. ഇവിടെ നല്ലൊരു കാഴ്ചയുണ്ട്. ആ കാണുന്നത് ഒരു വെള്ളം പിടിച്ചു വെക്കുന്ന സ്ഥലമാണ്. കൂടാതെ എതിർ സൈഡിൽ കുറച്ച് കുട്ടികൾ ഷട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തും പോയി കുറച്ചു നേരം അവിടെ നിന്ന് ഷട്ടിലൊക്കെ കളിച്ചു. ഭാഷ അറിയില്ലെങ്കിലും കളിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇത് ചെറിയൊരു റോഡാണ്. ഡാണ്ടിലി എന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. നമ്മളെ നാട്ടിൽ കാണുന്ന പോലത്തെ പശുവല്ല, വേറെ എന്തോ ഒരു രീതിയിലുള്ള പശു. അതിൻ്റെ കൊമ്പൊക്കെ കാണുന്നില്ലേ, നല്ല ഉയർന്നു നിൽക്കുന്ന കൊമ്പും. ജല്ലിക്കെട്ട് കാളയാന്ന് തോന്നുന്നത്, പശുവല്ല ഏതായാലും. അങ്ങനെ അവിടെ നിന്നും യാത്ര തിരിച്ച് താമസ സ്ഥലത്തെത്തി. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. മുന്നിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം ഒന്ന് കുളിക്കാൻ. ഇവിടെ അതിനിടയിൽ ഒരു സംഭവം ഞാൻ കണ്ടു. അത് ഞാൻ കാണിച്ചു തരാം. അമ്പെയ്യുന്ന സ്ഥലം. ഇവിടെ നിന്നും അമ്പെയ്ത് കൊള്ളിക്കാം. ഓരോരാളുകൾ അതിൻ്റെ വട്ടം നോക്കുന്നുണ്ട്. ക്യാമ്പ് ഫയറിനുള്ള സിറ്റിംഗ് ആണ് അവിടെയുള്ളത്. ഇതാണ് അമ്പെയ്യുന്ന സ്ഥലം. ആ മഞ്ഞയിൽ കൊള്ളിക്കാൻ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നെ 3 പ്രാവശ്യം കൊള്ളിച്ചു. അവിടെ ഒരു കുട്ടി ഇരുന്ന് എയ്യുന്നുണ്ട്. അമ്പ് റെഡിയാക്കുകയാണ്, എന്നിട്ട് എയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ എയ്യുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് കാണാം വഴിയെ. ഞാൻ എയ്യുന്നതാണ്. കൊള്ളുമോ എന്നൊന്നും അറിയില്ല. ആദ്യത്തെ പ്രാവശ്യമൊന്നും കൊണ്ടില്ല. പിന്നെ ഒരു 3 പ്രാവശ്യം ഞാൻ അവിടെ കൊള്ളിച്ചിട്ടുണ്ട്. അടുത്തതായി പോകാൻ പോകുന്നത് വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ കീഴെയുള്ള ഒരു തടാകത്തിലേക്കാണ്. ഡാണ്ടിലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. എൻ്റെ കൂട്ടുകാരൊക്കെയാണ് മുന്നിലൂടെ പോകുന്നത്. ഇവിടെ ബോട്ട് യാത്ര, പിന്നെ സ്വിമ്മിങ് ഒക്കെ ഉണ്ട്. അതിനുള്ള ഡ്രസ്സും കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ബോട്ടിൽ പോയി കുറച്ച് അങ്ങെത്തുമ്പോൾ തടാകത്തിലേക്ക് കുതിക്കാം, പിന്നെ നീന്താം. പിന്നെ വെള്ളച്ചാട്ടങ്ങൾ കുറേയുള്ള സ്ഥലമാണ്. അധികം ദൂരമൊന്നും പോകരുത്. ഒഴുകി വലിയ അപകടത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ. കുറേ ആളുകളുണ്ട്, കോളേജ് കുട്ടികളടക്കം. കോളേജ് കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രായത്തിലുള്ള ആൾക്കാരും കപ്പിൾസും അല്ലാത്തവരും പ്രായമുള്ളവരും ഒക്കെ ഉണ്ട്.
എല്ലാവരും പ്രകൃതി ഭംഗി ആസ്വദിച്ച് അവിടെ നിൽക്കുകയാണ്. ഞാനും മുന്നോട്ടേക്ക് നടക്കുകയാണ്. നല്ല സ്ഥലമല്ലേ? മനോഹരമായ സ്ഥലമാണ്. ഇരുന്ന് കാണുന്നവർക്ക് ഇരുന്ന് കാണാൻ വേണ്ടി ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ബോട്ട് യാത്ര നിങ്ങൾ കാണുന്നുണ്ടാവും. സാധാ ബോട്ടല്ല, ബലൂണ് പോലെയുള്ള ബോട്ടുകളാണ്. കയാക്കിംഗ് എന്ന് പറയും. അവിടെ നിന്നും ഈ ബോട്ടിലൂടെ പോയിട്ട് ഇറങ്ങി താഴേക്കൊക്കെ പോകാനുണ്ട്. കുറച്ച് വീഡിയോസൊക്കെ ഞാനും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം, അതിൻ്റെ പേരെന്താണെന്നറിയില്ല, അതിൽ കയറി നിന്നാൽ അവരിങ്ങനെ കറക്കും. നല്ല രസമാണ് അതൊക്കെ. വീഡിയോ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് ഞാൻ കയറി ആസ്വദിക്കുമ്പോൾ എനിക്ക് സ്വയം വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ, അവിടെ നിന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. പുറകിൽ ഞാനുണ്ട്, കാണുന്നുണ്ടോ എന്നറിയില്ല. Asha, Lily, Sunoj, Lissy, Das, Rida, Stella, Lesama, Okay, once more, come on, hide and Rina. Arina, once more, come on, hide and come on, hippie. Okay, okay, all team forward, 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 forward. Toya, run this side, toya, run this side. നമ്മുടെ ബോട്ടിലുള്ളത് ഫുൾ സ്ത്രീകളാണ്. കാരണം ആണുങ്ങളൊക്കെ നേരത്തെ കയറിപ്പോയി. പിന്നെ ഈ സ്ത്രീകളെ നോക്കാൻ വേണ്ടി ഞാനും എൻ്റെ സുഹൃത്തും ഇരുന്നു എന്ന് മാത്രം. ബോയ്സിൻ്റെ അടുത്ത് പോവല്ലേ, ബോയ്സ് ഒന്നും നനച്ചു കളയും. നമ്മളവരെ നനക്കാൻ പോയി അവർ ഡബിളാക്കി ചെവിയിൽ വെള്ളം കയറിയൻ്റെ. Head down, head down, head down, head down. പുറമേ നല്ല വെയിലാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല തണുത്ത വെള്ളമാണെന്ന്. എന്ത് രസമാണെന്നോ. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നീന്തിയിട്ടുണ്ടാവും ഇതുപോലെ. നല്ല രസമായിരുന്നു നീന്താൻ. സുഹൃത്തുക്കളെ അങ്ങനെ രാത്രിയായി. റൂമിലെത്തി, കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു. ഇനി ക്യാമ്പ് ഫയർ ഉണ്ട്. ക്യാമ്പ് ഫയർ ഉണ്ടാക്കുന്നതെന്നെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ആ ക്യാമ്പ് ഫയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നേരത്തെ കുളിച്ച സ്വിമ്മിംഗ് പൂള്. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നല്ല രസമുണ്ട് രാത്രി. വീഡിയോ എത്രമാത്രം ക്ലിയർ ആവുമെന്നൊന്നും അറിയില്ല. അങ്ങനെയുള്ള ലൈറ്റ് സെറ്റിങ്സ് എല്ലാമാണ്. നല്ല തണുപ്പുമുണ്ട്. ഇതാണ് ക്യാമ്പ് ഫയർ. അപ്പോൾ എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. പാട്ടും കൂത്തെല്ലാം തുടങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് ഷൂട്ട് ചെയ്യാം. അത് വെച്ചിട്ടുണ്ട്, മൈക്ക് സെറ്റെല്ലാം വെച്ചിട്ടുണ്ട്. അടക്കിയിട്ട് തണുപ്പല്ലേ, അതുകൊണ്ട് കേടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഏതോ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ്. ആ, സമയം എത്രയായിന്ന് അറിയില്ല. ആ, എന്നിട്ട് കിടന്നുറങ്ങാം. അപ്പം ഇതാണ് ക്യാമ്പ് ഫയർ. അതായത് നമ്മൾ പണ്ട് കാലത്ത് തീ കൂട്ടിയിട്ട് തണുപ്പ് കായുകയെന്ന് പറയുന്നില്ല, അതന്നെ സംഭവം ക്യാമ്പ് ഫയർ. അപ്പോൾ ഓക്കെ, ഞാൻ കുറച്ച് സമയം ഇവിടെ എൻജോയ് ചെയ്യട്ടെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും വരാം. അങ്ങനെ ക്യാമ്പ് ഫയറിന് ചുറ്റും അന്താരാക്ഷരി കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ രാത്രിയായി. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് റൂമിലെത്തി. ഇതാണ് കിടക്കുന്ന സ്ഥലം. വീഡിയോ എടുത്തില്ല, ഫോട്ടോ ആണ് എടുത്തത്. അപ്പോൾ ഇവിടെ കിടന്ന് പുലർച്ചെ 4 മണിക്ക് ഇവിടെ നിന്നും ഗോവയിലേക്ക് യാത്രയാവും. അവിടെ ഒരു പള്ളി കാണാനുണ്ട്. അവിടെ ഒരു പുണ്യാളൻ്റെ ഒരു ശരീരം ഞാൻ പറഞ്ഞു തരാം അതിനെക്കുറിച്ച്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുണ്യാളൻ്റെ മൃതശരീരം അഴുകാതെ ഗോവയിൽ ഒരു പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കാണാനാണ് നാളെ രാവിലെ പോകുന്നത്. പുലർച്ചെ 4 മണിക്ക് ഇവിടെ നിന്നും ബസ് പുറപ്പെടും. എന്നിട്ട് അവിടെ എത്തി പിന്നെ ഗോവയാണ്. ഗോവ ദൃശ്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നാളത്തെ ഗോവ ദൃശ്യങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഇതാണ് ഡാൻഡിൽ എന്ന സ്ഥലത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും കാണാം.